സ്വന്തം താൽപ്പര്യങ്ങൾക്കൊപ്പം തൻ്റെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്നവരെയാണ് ഏതൊരാൾക്കും ഇഷ്ടമുണ്ടാവുക. സാഹചര്യം നിങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും എല്ലായ്പ്പോഴും ഒരു പൂർണ്ണ ശ്രമം നടത്തുക. പരസ്പരമുള്ള വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും കെട്ടുറപ്പ് തീരുമാനിക്കുന്നത്. നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും അവർ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ശക്തിയായിരിക്കും. പുതുതായി ഒരാളെ പരിചയപ്പെടുമ്പോഴും അടുത്തറിയുമ്പോഴുമാണ് മുൻപ് നമുക്കറിയുന്ന ഒരാളുടെ ഗുണദോഷങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. സ്നേഹം അഭിനയിക്കുന്നവർ പലയിടത്തും വിജയിക്കുമ്പോൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ പലപ്പോഴും പരാജയപ്പെടുന്നതായി കാണാം. ഹൃദയത്തോടെ പ്രവർത്തിക്കാൻ കഴിയാത്തവർ നേടിയെടുക്കുന്നത് പൊള്ളയായ അർദ്ധമനസ്സുള്ള വിജയമാണ്. അത് എല്ലായിടത്തും കയ്പ് വളർത്തുന്നു. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും സങ്കടകരമായ നിമിഷങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളുമുണ്ട്. അത് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ആണെങ്കിൽ പോലും. പലർക്കും പലതും നേടുവോളം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. എന്നാൽ നേടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലെ അപ്രിയമായവർ വേറെയുണ്ടാകില്ല. ഏതൊരു കാര്യത്തിനെക്കുറിച്ചുള്ള അമിത പ്രതീക്ഷകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക. കൊടുക്കുന്ന സ്നേഹം അതുപോലെ തിരിച്ചു കിട്ടണമെന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ഒരുമിച്ച് ചേർത്താൽ ജീവിതത്തിൽ വിജയം എളുപ്പത്തിൽ നേടാനാകും. നിങ്ങളെ പരിഹസിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാകാം. എന്നിരുന്നാലും നിങ്ങൾ ഒരിക്കലും ആരെയും പരിഹസിക്കരുത്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി എന്തെല്ലാം നേടാനാകും എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് ഉപദേശം ആവശ്യമില്ല. കഷ്ടത അറിയുന്നവന് ജീവിതത്തിൽ ഒരു പരാജയവും ഇല്ല. ചിലപ്പോഴെങ്കിലും പ്രശ്നങ്ങളെ നേരിടുമ്പോഴാണ് പല കഴിവുകളും നമുക്ക് ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക. മാനസികമായ കാര്യങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ യാതൊരു പരിഗണനയും നൽകാതെ എപ്പോഴും ശാരീരിക സുഖത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന വ്യക്തി ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല. ആത്മവിശ്വാസമുള്ള വ്യക്തി ആരുടെ മുൻപിലും ഒരിക്കലും മുട്ടുകുത്തുന്നില്ല. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവണമെങ്കിൽ ആദ്യം സ്വപ്നങ്ങൾ കാണുക.